ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെയുള്ള ഫോട്ടോകൾ കാർട്ടൂൺ എഫക്റ്റഡ് ആയിട്ട് ആർട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇതുപോലെയുള്ള AI എഫക്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോകളും റീൽസുകളൊക്കെ ഇപ്പൊ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും ഫേസ്ബുക്കിൽ ഫോട്ടോ ആയിട്ടൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലൈക്കുകളും കമന്റുകളും വാരിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള സെക്കൻഡുകൾക്കുള്ളിൽ ഇതുപോലുള്ള റീൽസ് നിങ്ങൾക്കും തയ്യാറാക്കാനായിട്ട് സാധിക്കും വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കാർട്ടൂൺ രൂപത്തിലുള്ള വീഡിയോ ഇതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോകൾ ലഭിക്കാനായിട്ട് മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക. ഒട്ടും സ്പേസ് ഇടാതെ ചെറിയ അക്ഷരത്തിൽ. ചില കൂട്ടുകാർ ന്യൂസ് ആർട്ടിക്കിൾ എസ് വരുന്നുണ്ട്, എസ് വേണ്ട. അതുമാത്രമല്ല ന്യൂസ് ആർട്ടിക്കിൾ കഴിഞ്ഞാൽ ഡോട്ടാണ് വേണ്ടത്, സ്പേസ് ഒട്ടും പാടില്ല. അതിനുശേഷം ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. അല്ല എങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള. അപ്പോൾ ഇതുപോലെയുള്ള വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇനി ഫോട്ടോയും വീഡിയോയും വേറെ ലെവലാക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോർ എന്ന് പ്രീമിയം എന്നുമുള്ള 2 ഓപ്ഷൻ ഇവിടെ കാണിക്കും. അതിൽ പ്ലേ സ്റ്റോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ വേറൊരു കാര്യം, പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം പെയ്ഡാണ്. പെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഓപ്ഷനുകളും പെയ്ഡാണ്. മാത്രമല്ല ജിമെയിൽ അക്കൗണ്ടും കൊടുക്കേണ്ടി വരും. എന്നാൽ പ്രീമിയം ഉള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇമെയിൽ ID ഒന്നും കൊടുക്കേണ്ട. നിരവധി കാർട്ടൂൺ ആർട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത തരം എഫക്റ്റിൽ നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അതും വിത്തൗട്ട് വാട്ടർമാർക്കോട് കൂടി. പ്രീമിയം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചോദിക്കും. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഡൗൺലോഡ് അഗൈൻ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടെ നിങ്ങൾക്ക് ഇതേ വന്നിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്ത തരം എഫക്റ്റിലുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. AI എഫക്റ്റ്, ആൾ എഫക്റ്റ്, പല തരത്തിലുള്ളത് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിത് ഇവിടെ AI ആർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് യൂസ് പ്രസന്റ് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആവും. നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആ ഒരു ഫോട്ടോയുടെ വ്യത്യസ്ത രൂപത്തിലുള്ള അടിപൊളിയായിട്ടുള്ള കാർട്ടൂൺ എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ലഭിക്കും. ഇത് പ്രീമിയം ഗോൾഡ് വേർഷനാണ്, മാൾവെയർ ഒന്നുമില്ലാത്ത വേർഷനാണ്. അപ്പോൾ ആർക്കും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴേ അത് പ്രകാരമുള്ള ഒരു കിടിലൻ എഫക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് പല രൂപത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത തരം എഫക്റ്റുകൾ വീണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് എഫക്റ്റുകൾ ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ആവും. സേവ്ഡ് ടു ഗ്യാലറി എന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനും നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ വെക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ഫോട്ടോസും വീഡിയോകളൊക്കെ സാധിക്കും. ഇനി വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഞാനിത് ഇവിടെ ഫോട്ടോസ് ഇവിടെ ഒരു വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഒരുപാട് എഫക്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. കാർട്ടൂൺ എഫക്റ്റ്, ആർട്ട് എഫക്റ്റ്, വ്യത്യസ്ത തരം എഫക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ ഇവിടെ AIൻ്റെ കാർട്ടൂൺ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ഉടനെ ഇതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ജനറേറ്റ് ആവാൻ ഒരു 5 സെക്കൻഡ് ഇരുന്ന് വെയിറ്റ് ചെയ്താലും മതി. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു വീഡിയോ കാർട്ടൂൺ എഫക്റ്റിലേക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇവിടെ കാർട്ടൂൺ എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെയും ഒരുപാട് എഫക്റ്റുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായത് ഇതുപോലെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആവശ്യാനുസരണം ഇഷ്ടമുള്ളത് നമുക്ക് അടിപൊളിയായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. മാത്രമല്ല ഇതൊരു വീഡിയോ എഡിറ്ററായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വ്യത്യസ്ത തരം എഫക്റ്റുകളെല്ലാം ഇതിൽ ലഭിക്കുന്നുണ്ട്. സംഭവം പൊളിയാണ്. ഞാൻ ഒരുപാട് ഫോട്ടോകളും വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് നോക്കി, എല്ലാം പെർഫെക്റ്റ് ആണ്. മാത്രമല്ല നമുക്ക് വീഡിയോയിൽ ഇവിടെ ടെക്സ്റ്റ് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഏതുതരം ടെക്സ്റ്റാണ്, ഫോണ്ടുകൾ, വ്യത്യസ്ത തരം ഫോണ്ടുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. താഴേക്ക് ഒരുപാട് ഫോണ്ടുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫോണ്ട് വരുന്നതാണ്. ഈ ഫോണിൽ ജസ്റ്റ് ഒന്ന്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റിയിട്ട് നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് പ്രകാരം കുട്ടികളുടെ വീഡിയോകളോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണ ഫോട്ടോയൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിച്ചതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കാർട്ടൂൺ എഫക്റ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം. സൂം ചെയ്യണമെങ്കിൽ ഇതുപോലെ സൂം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകളൊക്കെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.